நாம் ஸ்தோத்திர பலி ஏறெடுக்க போறோம். നാം ഇപ്പോൾ ദൈവത്തിന് സ്തോത്രയാഗങ്ങൾ കരേറ്റുവാൻ പോകുന്നു. രണ്ട് വിഷയത്തിക്കായി, സുപ്രധാനമായ രണ്ട് വിഷയങ്ങൾക്കായി 200 സ്തോത്രം. 200 സ്തോത്രം. ഒന്റെ ദേശത്തുക്കാക നാം സ്തോത്രം പണ്ണണം. ഒന്ന് നമ്മുടെ നാടിനു വേണ്ടി, മുഴുവലകത്തുക്കാക, സർവ്വലോകത്തിനായി. എസെക്കിയേൽ 22-ാം അധികാരം 30-ാം വചനത്തിൽ ദേവൻ അരുളിന പ്രമാണം. എസെക്കിയേൽ 22-ാം അധ്യായം 30-ാം വാക്യത്തിൽ കൂടെ ദൈവം നമുക്ക് നൽകിയ പ്രമാണം. ഞാൻ ദേശത്തെ അഴിക്കാതെ പടിക്ക് തിറപ്പിൽ നിറക്കവും സുവരെ അടയ്ക്കവും തക്കതാക ഒരു മനുഷ്യനെ തേടിനേൻ, ഒരുവനെയും കാണേൻ. ഞാൻ ദേശത്തെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് മതിൽ കെട്ടി ഇടിവിൽ നിൽക്കുവാൻ ഒരു പുരുഷനെ അന്വേഷിച്ചു, ആരെയും കണ്ടെത്തിയില്ല. ആ പുരുഷൻ എന്നത് പുതിയ ഏർപ്പാട്ട് സഭ. ആ പുരുഷൻ എന്ന് പറയുന്നത് പുതിയ നിയമസഭയെ കുറിച്ചാണ്. വേണ്ടുതൽ ജപം ചെയ്യുക മക്കൾ, പക്ഷവാദം ചെയ്ത് പ്രാർത്ഥിക്കുന്ന ജനം. യെശയ്യാ 59:16-ാം വചനത്തിൻപടി, യെശയ്യാ 59:16-ാം വാക്യപ്രകാരം, ഒരുവനും ഇല്ലേ എന്ന് കണ്ടു വേണ്ടുതൽ ജപം ചെയ്യുകവൻ ഇല്ലേ എന്ന് കണ്ട് ദേവൻ ആശ്ചര്യപ്പെട്ട. പക്ഷവാദം ചെയ്യുവാൻ ആരുമില്ല എന്ന് കണ്ട് ദൈവം ആശ്ചര്യപ്പെട്ടു. പുതിയ ഏർപ്പാട്ട് സഭയുടെ മുഖ്യமான ഊഴിയം വേണ്ടുതൽ ജപം ചെയ്യുക. പുതിയ നിയമസഭയെ പരിമേൽപ്പിച്ചിരിക്കുന്ന സുപ്രധാനമായ ശുശ്രൂഷയാണ് പക്ഷവാദം ചെയ്ത് പ്രാർത്ഥിക്കുക. ആനപടിനാൽ ദേശത്തുക്കാക, ആകയാൽ ദേശത്തിന് വേണ്ടി, സഭയ്ക്കാക, സഭയ്ക്ക് വേണ്ടി നാം വേണ്ടുതൽ ജപം ചെയ്യും. നാം പക്ഷവാദം ചെയ്ത് പ്രാർത്ഥിക്കുക. നീ വേണ്ടുതൽ ജപം ചെയ്യുമ്പോൾ, നീ പക്ഷവാദം ചെയ്യുമ്പോൾ ഉന്റെ നിലമയെ ദേവൻ മാറ്റുവാർ. ദൈവം നിന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തും. ഉന്നുடைய കുടുംബത്തിൽ ഉന്നുடைய வாழ்க்கையில் എത്രയോ വിധமான പ്രശ്നങ്ങളെ നീ സന്ധിക്கிறாய். നീ നിന്റെ കുടുംബത്തിലും ജീവിതത്തിലും എത്രയോ പ്രശ്നങ്ങളെ നേരിടുന്നു. ആണ്ടവരേ, എനിക്കൊരു മുന്നേറ്റമില്ല. കർത്താവ്, എനിക്കൊരു പുരോഗതിയില്ലേ? എന്റെ പിള്ളകൾക്ക് മുന്നേറ്റമില്ല. എന്റെ മക്കൾക്ക് ഒരു പുരോഗതിയില്ലേ? എനിക്കൊരു വീട് വെക്കാൻ മുടിയാതെ, എനിക്കൊരു വീട് വെക്കാൻ കഴിയില്ലേ? പല പല വിഷയങ്ങൾക്കാക നീ വിണ്ണപ്പം ചെയ്തുകൊണ്ടിരിക്കുക. എങ്ങനെ വിവിധ വിഷയങ്ങൾക്കായി നീയും അപേക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. அந்த விண்ணப்பம் செய்கிறதுக்கு பதிலாக, എന്നാൽ ആ അപേക്ഷയ്ക്ക് പകരമായി വേണ്ടുതൽ ജപം ചെയ്ത് പാരുക, പക്ഷവാദം ചെയ്ത് പ്രാർത്ഥിച്ചു നോക്കൂ. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. യോബ് തന്നുடைய വിഷയத்துக்காக എவ்வளവും ജപിച്ചു പാർത്ത. യോബ് തന്റെ അവസ്ഥയ്ക്ക് വേണ്ടി എത്രയോ ദൈവത്തോട് അപേക്ഷിച്ചു. മാറവില്ല, എന്നാൽ അവസ്ഥ മാറിയില്ല. ചരിത്രം ചൊല്ലുகிறது, എന്നാൽ ചരിത്രം പറയുന്നത് 9 മാസം അവൻ വേദനയിൽ കാണപ്പെട്ടാർ. അവൻ തന്റെ ആ ദുരിത വേദനകളാൽ 9 മാസം കഷ്ടപ്പെട്ടെന്നാണ് ചരിത്രം പറയുന്നത്. 42-ാം അധികാരം യോബിൻ പുസ്തകം 42:10-ാം വചനത്തെ വാസിക്കുമ്പോൾ, യോബ് 42:10 നമ്മൾ വായിക്കുമ്പോഴോ, ദേവനുடைய നിയമത്തിൻപടി, ദൈവിക പ്രമാണമനുസരിച്ച് അവൻ സഹോദരങ്ങൾക്കാക വേണ്ടുതൽ ജപം ചെയ്തു. അവൻ തന്റെ സഹോദരന്മാർക്ക് വേണ്ടി പക്ഷവാദം ചെയ്തു. അപ്പോൾ അവന്റെ നിലമയെ ദേവൻ മാറ്റിനാർ എന്ന് വാസിക്കുന്നു. അപ്പോൾ ദൈവം അവന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി. സഹോദരനെ, സഹോദരി, പ്രിയ സഹോദര, സഹോദരി, ഉന്റെ പ്രശ്നക്കാക നീ കണ്ണീർ വിടാമേ, നിന്റെ പ്രശ്നങ്ങളെ ഓർത്ത് കണ്ണുനീരൊഴുക്കാതെ, വേദനപ്പെടാമേ, വേദനിക്കാതെ, പ്രഷർ വ്യാധിക്ക് ഒപ്പ് കൊടുക്കാമേ, നിന്റെ രക്താതിസമ്മർദ്ദം കൂട്ടാതെ, മറ്റുള്ളവർക്കാக ജപിച്ചു പാരുക, മറ്റുള്ളവർക്കായി പ്രാർത്ഥിക്കുക, ദേശത്തുക്കാக ജപിയുക, ദേശത്തിനായി പ്രാർത്ഥിക്കുക. இந்த കേരള ദേശത്തിൽ നമ്മുടെ ഈ കേരള സംസ്ഥാനത്തിൽ നിങ്ങൾക്ക് തെരിയുമേ എത്രയോ വിധமான പ്രശ്നങ്ങൾ, പോരാട്ടങ്ങൾ, കൊലകൾ, കൊള്ളകൾ നടക്കുന്നത്. നമുക്കറിയാം, എത്രയോ പ്രശ്നങ്ങളും പ്രതിസന്ധികളും കൊലപാതകങ്ങളും കൊള്ളകളൊക്കെ നടക്കുന്നുണ്ട്. തണ്ണീർ പെരുക്കത്തിനാൽ എത്രയോ പേരുടെ വീട് തണ്ണീരിൽ ഒഴുകിപ്പോയി വിട്ടു. എത്രയോ പേരുടെ വീട് ജലപ്രളയത്തിൽ ഒഴുകിപ്പോയത് നമുക്കറിയാം. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. എത്രയോ പ്രശ്നം இந்த കേരള മാநிலത്തിൽ ഉണ്ട്. നമ്മുടെ കേരള സംസ്ഥാനം എത്രയോ പ്രതിസന്ധികളെ നേരിടുന്നു. മാநிலത്തിലും ഉണ്ട്, ഇതുപോലെ ഓരോ സംസ്ഥാനത്തിലുമുണ്ട്. മണിപ്പൂരെ പാരുങ്ങൾ, മണിപ്പൂർ നോക്കൂ, എത്രയോ കൊലകൾ, എത്രയോ കൊലപാതകം. ഉക്രൈൻ റഷ്യ യുദ്ധത്തെ പാരുങ്ങൾ, റഷ്യ ഉക്രൈൻ യുദ്ധം നോക്കൂ, എവ്വളവ് 1.25 വരുടമായി വിട്ടത്, 1.25 വർഷത്തിൽ പരമായി നീളുന്നു. ഇതെല്ലാം പാർക്കുമ്പോൾ, ഇതൊക്കെ കാണുമ്പോൾ നാം കണ്ണീരുടൻ വേണ്ടുതൽ ജപം ചെയ്യ வேண்டும். നാം കണ്ണുനീരോടെ ദൈവത്തോട് പക്ഷവാദം ചെയ്ത്, എങ്ക ഇറந்து പോനാൽ, യാർ എപ്പടി പോനാൽ എനക്കെന്ന എന്ന് നാം കേൾക്കലാകാം. എവിടെയെങ്കിലും ആരെങ്കിലും മരിച്ചാലോ എങ്ങനെ നശിച്ചാലോ എനിക്കെന്താ എന്ന് പറയരുത്. ദൈവം നിന്നോട് ചോദിക്കും, இந்த ദേശം இந்த നിലമയിൽ പോകുമ്പോൾ നീ എന്ന ചെയ്താൽ, ദേശം ഈ അവസ്ഥയിൽ കൂടെ പോകുമ്പോൾ നീ അതിനു വേണ്ടി ചെയ്തതെന്ത്? വേണ്ടുതൽ ജപം ചെയ്തീர்களா? പക്ഷവാദം ചെയ്തോ? അപ്പോൾ എന്ന பதில் சொல்ல போறீங்க? അപ്പോൾ നിങ്ങളുടെ മറുപടി എന്തായിരിക്കും? അതിനാൽ ഇപ്പോൾ
നാം ഒരു 100 സ്തോത്രം பண்ண போறோம். നമ്മൾ അതിനുവേണ്ടി ഇപ്പോൾ ഒരു 100 സ്തോത്രം ചെയ്യും. ഞാൻ ദേശത്തെ അഴിക്കാതെ പഠിക്ക്, ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ നിൽക്കവും ഇടിവിൽ നിൽക്കുവാൻ സുവരെ അടയ്ക്കവും തക്കதாக മതിൽ കെട്ടി നിൽക്കേണ്ടതിന് ഒരു മനുഷ്യനെ, ഒരു പുരുഷനെ, പുതിയ ഏർപ്പാട്ട് സഭയെ, പുതിയ നിയമസഭയെ ഞാൻ പാർത്തേൻ, ഞാൻ അന്വേഷിച്ചു, ഒരുവനെയും കാണേ, പക്ഷേ ആരെയും കണ്ടില്ല. നാം ജപിக்கிறோம், നമ്മൾ പ്രാർത്ഥിക്കുന്നു, എന്നെ ആശീർവദിയും, കർത്താവ് എന്നെ അനുഗ്രഹിക്കണേ, എന്റെ പിള്ളകളെ ആശീർവദിയും, മക്കളെ അനുഗ്രഹിക്കണേ. അക്കപ്പക്കത്തുകാരൻ പ്രശ്നയിൽ മാണ്ടു പോനാലും പറവായില്ല, അയൽക്കാരൻ ഏത് പ്രശ്നത്തിൽ കുടുങ്ങി നശിച്ചാലും എനിക്കൊരു കുഴപ്പവുമില്ല. എന്നെ അനുഗ്രഹിക്കണം, എന്നെ മാത്രം അനുഗ്രഹിക്കണം. നിങ്ങൾ ജപിക്കുന്നുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ദേവൻ அந்த ജപത്തെ കേൾക്കുമ്പോൾ, ദൈവം ആ പ്രാർത്ഥന കേൾക്കുമ്പോൾ അവരുടെ മനം ഉരുകുത്, ദൈവത്തിന്റെ മനസ്സുരുകും. ഒരുവനും ഇല്ല എന്ന് കണ്ട്, ആരുമില്ലെന്ന് കണ്ട്. യെശയ്യാ 59:16 വചനം, യെശയ്യാ 59:16, ഒരുവനും ഇല്ല എന്ന് കണ്ട്, ആരുമില്ല എന്ന് കണ്ട്, വേണ്ടുതൽ ജപം ചെയ്യുന്നവൻ ഇല്ല എന്ന് കണ്ട്, പക്ഷവാദം ചെയ്യുവാൻ ആരുമില്ലെന്ന് കണ്ട് ദേവൻ ആശ്ചര്യപ്പെട്ടു, ദൈവം അത്ഭുതപ്പെട്ടു. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. ആകയാൽ ഇപ്പോൾ നാം ദേശത്തുക്കാക മുതലിൽ 100 സ്തോത്രം பண்ண போறோம். ആദ്യം ദേശത്തിന് വേണ്ടി നമ്മൾ 100 സ്തോത്രം ചെയ്യും. രണ്ടാമത്തേത് 122 സംഗീതം 6 വചനത്തിൻപടി, 122 സങ്കീർത്തനം 6 വാക്യപ്രകാരം, യെരുശലേമിൻ സമാധാനത്തുക്കാക വേണ്ടിക്കൊള്ളുങ്ങൾ, യെരൂശലേമിന്റെ സമാധാനത്തിനായി പ്രാർത്ഥിപ്പിൻ. அந்த இடத்தில் യെരുശലേം என்பது പുതിയ ഏർപ്പാട്ട് സഭ. ഇവിടെ പറഞ്ഞിരിക്കുന്ന യെരൂശലേം പുതിയ നിയമസഭയാണ്. കാരണം 3 വചനത്തെ വാസിക്കുമ്പോൾ, കാരണം അതിന് 3-ാം വാക്യം വായിക്കുമ്പോൾ, പുതിയ യെരുശലേമാനത് ഇസവിണൈപ്പാക കെട്ടിന നഗരം എന്ന് വാസിக்கிறோம், തമ്മിൽ ഇണക്കി പണിതിരിക്കുന്ന നഗരമായ പുതിയ യെരൂശലേം എന്ന് വായിക്കുന്നു. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. ഉലകത്തിൽ ഇതുവരയ്ക്കും ഒരു ഇസവിണൈപ്പാന നഗരം ഒരുവനും കെട്ടവില്ല. ലോകത്തിൽ ഇങ്ങനെ തമ്മിൽ ഇണക്കി പണിത നഗരമായ മറ്റൊന്നും ആരും പണിതിട്ടില്ല. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. ഇസവിണൈപ്പാക ഒരു കെട്ടിടം കെട്ടിയിരിക്കാർ, തമ്മിൽ ഇണക്കി പണിത കെട്ടിടങ്ങൾ കാണാം. അതുതാൻ ആഗ്രാവിലെ താജ്മഹൽ, ആഗ്രയിലെ താജ്മഹൽ ഉദാഹരണം. അതുതാൻ ഉലകത്തിൽ 7 അതിശയങ്ങളിൽ ഒരു അതിശയமாக കാണപ്പെടുகிறது. ലോകത്തെ 7 മഹാത്ഭുതങ്ങളിൽ ഒന്നാണ് ഈ താജ്മഹൽ. വചനം എന്നെ சொல்லுகிறது, വചനം എന്ന് പറയുന്നു, ഇസവിണൈപ്പാക കെട്ടിന നഗരം, തമ്മിൽ ഇണക്കി പണിത നഗരം, അതുവേ പുതിയ യെരുശലേം, അതാ പുതിയ യെരൂശലേം. அந்த യെരുശലേമിൻ സമാധാനത്തുക്കാക, ഈ യെരൂശലേമിന്റെ സമാധാനത്തിനായി നിങ്ങൾ വേണ്ടുതൽ ചെയ്യുங்கள், നിങ്ങൾ പക്ഷപാതം ചെയ്യുവിൻ. സഭയിൽ പ്രശ്നങ്ങൾ വരക്കൂടാ, സഭയിൽ പ്രശ്നങ്ങൾ വരരുത്. അപ്പടി വന്നാലും അത് പ്രശ്നയെ നീ പെരുസാക്കൂടാ, ആ പ്രശ്നങ്ങളെ നീ വലുതാക്കരുത്. മണ്ണെണ്ണയെ ഊത്തി നീ പെരുസാക്കൂടാ, അതിൽ മണ്ണെണ്ണ ഒഴിച്ച് ആളിക്കത്തിക്കരുത്. அந்த പ്രശ്നയ്ക്കാക, ആ പ്രശ്നങ്ങളെ ഓർത്ത് ദേവജനമേ കണ്ണീരുടൻ ജപിയുങ്ങൾ, ദൈവജനമേ കണ്ണുനീരോടെ പ്രാർത്ഥിപ്പിൻ. യെരുശലേമിൻ സമാധാനത്തുക്കാക, യെരൂശലേമിന്റെ സമാധാനത്തിനായി, ദേവസഭയിൽ ദൈവിക സമാധാനം ആളുക ചെയ്യ வேண்டும், ദൈവസഭയിൽ ദൈവസമാധാനം വാഴേണ്ടതിന്, സമാധാനത്തിൻ ദേവൻ താമേ ഉങ്ങളെ മുറ്റിലും പരിശുദ്ധമാക്കുവാറാകട്ടെ, സമാധാനത്തിന്റെ ദൈവത്തിന് നിങ്ങളെ മുഴുവനും വിശുദ്ധീകരിക്കുമാറാകട്ടെ. ആവി ആത്മ ശരീരം മുഴുവനും, നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും മുഴുവൻ മഹിമയിൽ വെളിപ്പെടുമ്പോൾ കുറ്റമറ്റതാകെ ഇരിക്കുമ്പടി കാക്കപ്പെടുവதாக, അനിത്യമായി വെളിപ്പെടുമെന്നും കാക്കപ്പെടുമാറാകട്ടെ. ഉണ്മയുള്ളവർ, നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകും, അവർ അപ്പടിയേ ചെയ്യുവാർ, അവൻ അത് നിവർത്തിക്കും. ആകയാൽ യെരുശലേമുക്കാക, ദൈവസഭയ്ക്കായി, അതിനുണ്ട് സമാധാനത്തുക്കാക, അതിന്റെ സമാധാനത്തിന് ഒരു 100 സ്തോത്രം பண்ண போறோம். അതിനു വേണ്ടിയും ഒരു 100 സ്തോത്രം. ഇത് ഇപ്പോൾ മാത്രമല്ല, ഇപ്പോൾ മാത്രമല്ല, ഒരു നാളും, ഓരോ ദിവസവും മാലെ ഉങ്ങൾ ജപത്തിൽ, രാവിലെയും വൈകിട്ടും നിങ്ങളുടെ 4 മണിക്ക് സ്തോത്ര ജപത്തിൽ, അതിരാവിലെ 4 മണി സ്തോത്ര ആരാധന, നിങ്ങളുടെ കുടുംബ ജപത്തിൽ, നിങ്ങളുടെ മറ്റുള്ള കുടുംബ പ്രാർത്ഥന, തനിപ്പെട്ട ജപത്തിൽ, വ്യക്തിഗത പ്രാർത്ഥനയിൽ, இந்த 2 விஷயத்துக்காக, ഈ 2 വിഷയങ്ങളെ 100 സ്തോത്രം பண்ணுங்க. 100 സ്തോത്രം. ദേവൻ നിങ്ങളുടെ നിലമയെ മാറ്റുവാൻ, ദൈവം നിങ്ങളുടെ സ്ഥിതിക്ക് ഭേദം ആശീർവദിച്ചതുപോലെ യോബിനെ അനുഗ്രഹിച്ചതുപോലെ ദേവൻ നിങ്ങളെ ആശീർവദിപ്പാൻ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. அந்த വിശ്വാസത്തിൽ, ആ വിശ്വാസത്തിൽ കരങ്ങളെ ഉയർത്തി ഇപ്പോൾ ദേശത്തുക്കാகவும் ദേവസഭയ്ക്കാகவும் 200 സ്തോത്രം பண்ணுங்க. ദേശത്തിന് വേണ്ടി ദൈവസഭയ്ക്കായും ഒരു 200 സ്തോത്രം ചെയ്യാം. എല്ലാവരും സത്യം ഉയർത്തി സ്തോത്രം பண்ணுங்க. എല്ലാവരും സ്തോത്രം ചെയ്യാം. മനഃപൂർവ്വமாக സ്തോത്രം பண்ணுங்க. ഹൃദയപൂർവ്വം സ്തോത്രം ചെയ്യാം. ദേവൻ നിങ്ങളെ ആശീർവദിപ്പാർ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ഇന്നേക്ക് நமது சபையானது 1923 ஆண்டில் கொலம்போ என்ற பட்டணத்தில் பொர்லா என்ற இடத்தில் பாஸ்டர் போலால தேவன் ஸ்தாபித்தார். കൊളംബോ എന്ന സ്ഥലത്ത് 1923 ആണ്ടിൽ പാസ്റ്റർ പോളിലൂടെയാണ് ദൈവം ഈ സഭയെ സ്ഥാപിച്ചത്. 23 എന്ന് சொல்லுவதற்கு എന്റെ കയ്യിൽ ആധാരമുണ്ട്. ഈ 21 ഞാൻ പറയുമ്പോൾ
23 എന്ന് പറയുമ്പോൾ എനിക്ക് അതിന് തെളിവുണ്ട്. ഉങ്ങളുടെ കയ്യിലും ഇരിക്കലാം, നിങ്ങളുടെ കയ്യിലും കണ്ടേക്കാം. 1972 ആണ്ടിലെ സൺഡേ സ്കൂൾ സിലബസില് 1972 ആണ്ടിൽ ഉണ്ടായിരുന്ന സൺഡേ സ്കൂൾ 11ാം വകുപ്പില് 11ാം ക്ലാസ്സിൽ 20ാം പാഠം 20ാമത്തെ പാഠം CPM-ഉം മറ്റു ഊഴിയങ്ങളും CPM-ഉം മറ്റു ശുശ്രൂഷകളും അവിടെ ഒരു പാഠമുണ്ട്. അങ്ങനെ ഒരു പാഠമുണ്ട്. 72ാം ആണ്ടിൽ പ്രിന്റ് ചെയ്ത സിലബസ്, 72ാം ആണ്ടിൽ അച്ചടിച്ചതായ സിലബസ് 11ാം വകുപ്പില് 11ാം ക്ലാസ് 20ാം പാഠം 20ാം പാഠം. അതിൽ കടേസി പാഠം താൻ 20ാം പാഠം. അവസാനത്തെ പാഠമാണ് 20ാമത്തേത്. അതിൽ നമ്മുടെ പരിശുദ്ധവാൻകൾ, അതിൽ നമ്മുടെ വിശുദ്ധന്മാർ പാസ്റ്റർ A.C. തോമസ് അവർകൾ, പാസ്റ്റർ A.C. തോമസ്, പാസ്റ്റർ C. ജോൺ അവർകൾ, പാസ്റ്റർ C. ജോൺ, പാസ്റ്റർ റസൽ റോസ് അവർകൾ, പാസ്റ്റർ റസൽ റോസ്, அப்படிப்பட்டதான പാസ്റ്റേഴ്സ് എല്ലാം കൂടെ ചേർന്ന് അന്നത്തെ ആ പാസ്റ്റർമാർ ചേർന്ന് ഉരുവാക്കിന സിലബസ് താൻ നമ്മുടെ സിലബസ്. അവർ തയ്യാറാക്കിയ പാഠ്യപദ്ധതിയാണ് നമ്മുടേത്. അപ്പൊ അവർക്ക് എന്ത് വിധமான മിസ്റ്റേക്ക് വന്നിരിക്കാതെ, അവർക്ക് അതിൽ ഒരുവിധമായ വസ്തുതാ പിശകും വരില്ല. அதனால அந்த புஸ்தகத்தில் எழுதி இருக்குது 1923 ആണ്ടിൽ പാസ്റ്റർ പോളാൽ இந்த ஊழியம் ആരംഭിക്കപ്പെട്ടത്. അതിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: 1923 ആണ്ടിൽ പാസ്റ്റർ പോളിലൂടെ ഈ സഭ സ്ഥാപിക്കപ്പെട്ടു. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. മറ്റു പല സഭകളും ആരംഭിച്ചதாக അതിൽ എഴുതിയിരിക്കുന്നു. മറ്റ് പല സഭകൾ ആരംഭിച്ചതിനെ കുറിച്ച് இப்போது നമ്മുടെ സഭ കൃപയാൽ 102ാം വരുടത്തിൽ വന്നുവിട്ടത്. ആകയാൽ കൃപയാൽ നമ്മുടെ സഭ ഇപ്പോൾ അതിന്റെ 102ാം വർഷത്തിലെത്തി. കൊണ്ടാടുകറില്ല, നമ്മൾ ആഘോഷിക്കുന്നില്ല. ആനാലും നന്ദിയുടൻ ദേവസഭയെ പാതുകാത്താരേന്ന് ചൊല്ലി നാം സ്തോത്രം പണ്ണുകയും. പക്ഷേ ദൈവം തന്റെ സഭയെ ഇത്രമാത്രം സൂക്ഷിച്ചല്ലോ എന്നോർത്ത് നന്ദിയോട് നമ്മൾ സ്തോത്രം ചെയ്യേണ്ടതുണ്ട്. എൻ ആത്മാവേ കർത്തരെ സ്തോത്രി, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, മുഴുവളമേ പരിശുദ്ധ നാമത്തെ സ്തോത്രം, സർവാന്തരംഗവുമേ അവന്റെ നാമത്തെ വാഴ്ത്തുക. കർത്തരെ സ്തോത്രി, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവർ ചെയ്ത സകല ഉപകാരങ്ങളും മറവാതെ, അവന്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. അപ്പൊ 102ാം വരുടം വരയ്ക്കും, ഈ 102ാം ആണ്ട് വരെ ആരംഭിച്ച പാസ്റ്റർ പോൾ പരലോകത്തിൽ പോയിവിട്ടാർ. ഇത് ആരംഭിച്ചതായ പാസ്റ്റർ പോൾ അവർ പിന്നാലെ വന്ന പരിശുദ്ധവാൻകൾ ഒന്നൊന്നാക പോയിവിട്ടാർ. തന്നെ അനുധാവനം ചെയ്ത വിശുദ്ധന്മാർ ഓരോരുത്തരായി അവരാലും ദേവസഭയെ ദേവൻ അഴിച്ചു പോടാം. പക്ഷേ കർത്താവ് തന്റെ സഭയെ നശിപ്പിക്കാതെ അത് നടത്തുമ്പടിയാതെ അതിനെ നടത്തേണ്ടതിന് പിൽക്കാലത്തിൽ പരിശുദ്ധവാൻകളെ എഴുപ്പി പിൽക്കാലത്തും വിശുദ്ധന്മാരെ എഴുന്നേൽപ്പിച്ച ഊഴിയത്തെ ഇമ്മട്ടും പാതുകാത്ത ശുശ്രൂഷത്തോളം അഴിഞ്ഞു പോകக்கூடிய 7 വിധமான യുദ്ധങ്ങൾ വന്നதாக എനിക്ക് തെരിയും. നശിപ്പിക്കത്തക്കതായ 7 വിധമായ സംഘർഷങ്ങൾ, പ്രതിസന്ധികൾ വന്നത് എനിക്കറിയാം. എന്റെ അറിവിൻപടി, അതെന്റെ അറിവിൻ പ്രകാരം 7 യുദ്ധങ്ങൾ. 7 യുദ്ധം. அப்போது சொன்னார்கள் CPM அழிக்கப்பட்டதென்று. CPM ഇതോടെ തീർന്നു എന്നാണ് പറഞ്ഞത്. பெரிய யுத்தம் தான் 62ാം ആണ്ടിലെ യുദ്ധം. അതിൽ വലിയൊരു സംഘർഷമാണ് 62ാം ആണ്ടിൽ. പഴയ വിശ്വാസികൾക്കും ഊഴിയർക്കും தெரியும் 62ാം ആണ്ടിലെ പെരിയ യുദ്ധം. പഴയ വിശ്വാസികൾക്കും ശുശ്രൂഷകർക്കും 62ാം ആണ്ടിലെ സംഘർഷം എന്താണെന്ന് അറിയാം. ആനാലും ദേവൻ നമ്മുടെ സഭയെ പാതുകാത്ത. പക്ഷേ അവിടെയും ദൈവം നമ്മെ പരിശുദ്ധവാൻകൾ സഭയ്ക്കാக കണ്ണീർ വിട്ടാർ. വിശുദ്ധന്മാർ സഭയ്ക്കായി കണ്ണുനീർ വിട്ട് അവർ മുതുകെലുമ്പ് കൊടുത്ത് നിന്താറുകൾ. സഭയ്ക്കായി അവർ നട്ടെല്ല് നിവർത്തി നിന്നു. ഇന്നേക്കും அந்த സഭയുണ്ട്, ഇന്നും ഈ സഭയുണ്ട്. സഭയുടെ നിലനിൽപ്പുക്കാக നാം സ്തോത്രം பண்ண வேண்டும். സഭയുടെ നിലനിൽപ്പിനായി നമ്മൾ സ്തോത്രം. സഭയെ പാതുകാത്തതിനാൽ உங்களுக்கு സന്തോഷമുള്ളവர்கள் കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ சொல்லுங்கள். ഹല്ലേലൂയ, ആമേൻ. இனி கர்த்தருடைய வருகை நாள் மற்றும் இந்த சபை இதே நிலைமையில் காணப்பட வேண்டும் என்று நினைக்கிறவர்கள் மறுபடியும் கரங்களை உயர்த்தி ஒரு அல்லேலூயா சொல்லுங்கள். ഹല്ലേലൂയ. இந்த சபை எப்படியாவது அழிந்தால் போதும், എന്റെ കണ്ണുകൾ അത് പാർത്താൽ പോതും എന്ന് சொல்றவங்க அல்லேலൂயா சொல்லுங்க. ഈ സഭ എങ്ങനെയെങ്കിലും ഒന്ന് നശിച്ചാൽ മതി, എന്റെ കണ്ണുകൊണ്ട് ഞാനത് കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ ഒരു ഹല്ലേലൂയ പറഞ്ഞ്. ഇല്ല, ശരിക്കാതെ அவங்க இந்த உலகத்தில் இல்ல, അവർ ഈ ലോകത്തിലൊന്നും അല്ല. கேட்டீங்களா? சபையை நாம் பாதுகாக்கணும், സഭയെ നമ്മൾ സൂക്ഷിക്കണം. എന്റെ ശരീരமான സഭയ്ക്കാக നീ என்ன செய்தாய் என்று கேட்பார். എന്റെ ശരീരമായ സഭയ്ക്ക് വേണ്ടി നീ ചെയ്തത് എന്തെന്ന് ചോദിക്കും. என்னால முடிந்த அளவுக்கு இருக்கிற குழப்படி எல்லாம் பண்ணி விட்டேன் என்று சொல்ல போகிறாயா? എന്നെ കൊണ്ടാക്കാവുന്ന എല്ലാ പ്രശ്നങ്ങളെയും ഉണ്ടാക്കി നോക്കി എന്ന് പറയുമോ? அப்படி சொல்லுவீங்களா? ഇങ്ങനെ പറയുമോ? ஆண்டவரே, நான் கண்ணீருடன் முழங்கால் படியிட்ட காலங்களில் ഉമ്മേ നോക്കി ഞാൻ കണ്ണീരുടൻ സ്തോത്രം ചെയ്തേൻ, ജപം ചെയ്തു. കർത്താവേ, രാത്രികാലങ്ങളിൽ കണ്ണുനീരൊഴുക്കി മുഴങ്കാലിൽ നിന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിച്ച് പക്ഷവാദം ചെയ്ത് സ്തോത്രം ചെയ്തു. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. ആകയാൽ இந்த നാളുകളിലും സഭയ്ക്കാக നാം അധികமாக ജപിക്ക வேண்டும். ആകയാൽ ഈ കാലഘട്ടത്തിലും സഭയ്ക്കായി ഏറെ പ്രാർത്ഥിക്കണം. സഭയാനത് എന്ത വിധത്തിലും അഴിഞ്ഞു പോകക്കൂടാ. സഭ ഒരു വിധത്തിലും നശിക്കരുത്. ഉപദേശം അഴിഞ്ഞു പോകക്കൂടാ. ഉപദേശം നശിക്കരുത്.
ஒழுங்குகள் பிரமாணங்கள் ஒன்று மாறக்கூடாது. ചിട്ടകൾ ക്രമങ്ങൾ പ്രമാണങ്ങൾ മാറരുത്. இப்ப பல பிரமாணங்கள் மாறி இருக்கிறது. அது 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 நான் இல்லை என்று சொல்லுகிறது இல்லை. എല്ലാ പ്രമാണങ്ങൾക്കും മാറ്റം വന്നു. എന്നാൽ ഒരളവുക്ക് நம்முடைய சபையை நாம നമ്മുടെ പരിശുദ്ധവാன்கள் சொன்னதான നിലമയിൻപടി കൊണ്ടുപോകുறோം. എന്നാൽ ഏറെക്കുറെയൊക്കെ നമ്മുടെ വിശുദ്ധന്മാർ നമ്മെ പഠിപ്പിച്ച പ്രമാണം അനുസരിച്ച് നമ്മുടെ സഭയെ കൊണ്ടുപോകുന്നു. നമ്മുടെ വസ്ത്രധാരണ പാരുങ്ക, നമ്മുടെ വസ്ത്രധാരണ നോക്കൂ, എല്ലാം വൈറ്റ് വൈറ്റ്, എല്ലാവരും വെള്ളയും വെള്ളയും. ഇതൊരു ഒഴുങ്കുതാ, ഇതൊരു ക്രമമാണ്. പരിശുദ്ധവാങ്ങളുടെ ഒഴുങ്കന്റെ 2 തെസ്സലോനിക്കർ 3-ാം അധികാരം 6-ാം വചനത്തിൽ വാസിക്കും. 2 തെസ്സലോനിക്കർ 3:6 വിശുദ്ധന്മാർ കാണിച്ചു തന്ന മാതൃക പ്രകാരം എന്ന് കാണുന്നുണ്ട്. പരിശുദ്ധവാങ്ങളുടെ ഒഴുങ്കിൻപടി നടവാത്തവരെ നീ വിട്ട് വിലക വേണ്ടും. വിശുദ്ധന്മാർ കാണിച്ചു തന്ന ക്രമപ്രകാരം നടക്കാത്തവരെ നീ വിട്ടകലണം. ഞായറാഴ്ച ആരാധനയ്ക്ക് എല്ലാവരും വൈറ്റിൽ വര വേണ്ടും. ഞായറാഴ്ച ആരാധനയിൽ ഒരു വെള്ള വസ്ത്രം ധരിച്ചു വരണം. തമിഴ്നാട്ടിലെ ബ്രദേഴ്സും പാന്റും കൂടെ വൈറ്റ് ആർക്കും. തമിഴ്നാട്ടിലെ സഹോദരന്മാർ വെള്ളപ്പാന്റ് ധരിച്ചു വരും. ഇങ്ങ കൊഞ്ചം പറവായില്ല, ഒരു കറുപ്പ് കീർപ്പെല്ലാം ഇറക്കും. ഇവിടെ കറുപ്പൊക്കെ ഉണ്ട്, അത് പറവല്ല, സാരമില്ല. എന്നാലും മേലെ വെള്ള തന്നെ, മേളിലെങ്കിലും വെള്ളയുണ്ടല്ലോ. ദൈവത്തിന് മഹത്വം. നിങ്ങൾ തുണി അഴുക്കാകുമെന്ന് നനയ്ക്കാതെ നിങ്ങളുടെ ഉടുപ്പ് മുഷിയുമെന്ന് ചിന്തിക്കരുത്. വൈറ്റ് വരെ പാരുങ്ക സഹോദരി സാരി എല്ലാം വൈറ്റ്. ഇതേ സാരി കറുപ്പ് ഉടുത്ത് വന്ന എപ്പടി ഇരിക്കും? ഇതേ സഹോദരിമാർ കറുത്ത സാരിയാണ് ഉടുത്ത് വന്നതെങ്കിൽ എങ്ങനെ ഇരിക്കും? എപ്പടി ഇരിക്കും? എങ്ങനെ ഇരിക്കും? അത് ഒളുങ്കില്ല, അതൊരു ക്രമമല്ല. ചുവപ്പ് സാരി ഉടുത്ത് വന്ന ഒളുങ്കില്ല. ചുവന്ന സാരി ഉടുത്ത് കൊണ്ടുവന്നാൽ നമ്മുടെ പരിശുദ്ധവാനുകൾ നമുക്ക് വെളിപ്പെടുത്തിയ കാണിപ്പിച്ച ഒളുങ്കിൻപടി നാം സഭയെ നടത്ത വേണ്ടി. ആകയാൽ വിശുദ്ധന്മാർ കാണിച്ചെന്ന ക്രമപ്രകാരം മാതൃക പ്രകാരം സഭയെ നടത്തണം. പഴയ ഏർപ്പാട്ടിൽ യാത്രാഗമം 25-ാം അധികാരത്തിൽ കുത്തുവിളക്കിൻ പ്രമാണത്തെ കുറിച്ച് പഠിക്കുമ്പോൾ പഴയ നിയമത്തിൽ പുറപ്പാട് പുസ്തകം 25-ാം അധ്യായത്തിൽ നിലവിളക്കിനെ കുറിച്ചുള്ള പ്രമാണം വായിക്കുമ്പോൾ മലയിൽ ഞാൻ ഉനക്ക് കാണിപ്പിച്ച മാതൃകയിൻപടി കുത്തുവിളക്ക് നീ ചെയ്വായാക, ഞാൻ പർവ്വതത്തിൽ നിനക്ക് കാണിച്ചു തന്ന മാതൃക പ്രകാരം നീ നിലവിളക്ക് പണിയണം. ഒന്നും മാറ്റക്കൂടാതെ, അതിലൊന്നും മാറ്റം ഒരു താലന്ത് പശും പൊന്നിനാൽ, ഒരു താലന്ത് തങ്കം കൊണ്ട് വേലയാക, അടിപ്പ് പണിയായി 6 കിളകളാക 6 ശാഖകളായി നീ കുത്തുവിളക്ക് ചെയ്യ വേണ്ടും. ആ നിലവിളക്ക് പണിയണം. അപ്പടിയേ മോശ ചെയ്ത. മോശ അങ്ങനെ തന്നെ ചെയ്തു. യാത്രാഗമം 40-ാം അധികാരത്തിൽ പഠിക്കുമ്പോൾ അതുകൊണ്ട് പുറപ്പാട് 40-ാം അധ്യായം ദേവൻ കാണിപ്പിച്ച മാതൃകയിൻപടി മോശ കുത്തുവിളക്ക് ചെയ്താർ എന്ന് നാം വാസിக்கிறோം. ദൈവം പർവ്വതത്തിൽ കാണിച്ചു കൊടുത്ത മാതൃക പ്രകാരം തന്നെ മോശ നിലവിളക്ക് പണിതു. കുത്തുവിളക്ക് ചെയ്തപടിയിനാൽ, അങ്ങനെ നിലവിളക്ക് പണിതതുകൊണ്ട് 7 പണിമുട്ടുകൾ ചെയ്തപടിയിനാൽ, അങ്ങനെയുള്ള 7 ഉപകരണങ്ങൾ നിർമ്മിച്ചതുകൊണ്ട് 40-ാം അധികാരത്തിൽ 16-ാം വചനത്തിന് കീഴെ വാസിക്കുമ്പോൾ 40-ാം അധ്യായം 16-ാം വാക്യത്തിന്റെ ഒടുവിൽ കാണുമ്പോൾ അവൻ 7 മുറ சொல்லுகிற அப்படியே செய்தார், அப்படியே செய்தார், அப்படியே செய்தார். അവിടെ 7 പ്രാവശ്യം പറയുന്നുണ്ട് അവൻ അങ്ങനെ തന്നെ ചെയ്തു, അങ്ങനെ തന്നെ ചെയ്തു എന്ന്. 7 പണിമുട്ടുകൾ அப்படியே செய்தார். ആ 7 ഉപകരണങ്ങളും അങ്ങനെ തന്നെ നിർമ്മിച്ചു. അതിനാൽ என்ன സംഭവിച്ചത്? അതുകൊണ്ട് എന്താണ് സംഭവിച്ചത്? 40-ാം അധികാരം 36-ാം വചനത്തെ വാസിക്കുമ്പോൾ 40-ാം അധ്യായം 36-ാം വാക്യത്തിൽ ഒരു മേഘം വന്നത്, ഒരു മേഘം വന്നു. മേഘത്തിൽ ഇരുന്ന് മഹിമ ആലയത്തെ മൂടിയിട്ട്, മേഘത്തിൽ നിന്ന് തേജസ് ആലയത്തെ മൂടി. அந்த மகிமைக்குள் மோசேக்கு பிரவேசிக்க முடியாமல் போய்விட்டது. ആ തേജസ്സിനുള്ളിൽ മോശയ്ക്ക് പോലും കടക്കുവാൻ കഴിഞ്ഞില്ല. ആസരിപ്പ് കൂടാരം ദേവനുടെ കൂടാരமாக മഹിമയിനാൽ മാറ്റപ്പെട്ടത്. അങ്ങനെ ആ സമാഗമന കൂടാരം ദൈവത്തിന്റെ തേജസ്സിനാൽ ദൈവത്തിന്റെ കൂടാരമായി. ഇതുപോലെ ഉപദേശത്തിൻപടിയും നാം ഉപദേശപ്രകാരം പരിശുദ്ധവാൻകൾ ചൊല്ലിത്തന്ന ഒളുങ്കിൻപടിയും വിശുദ്ധന്മാർ പറഞ്ഞു തന്ന ചിട്ടകൾ പ്രകാരം പ്രമാണപ്രകാരവും ഡിസിപ്ലിനാകെ നാം ജീവിച്ചാൽ, അച്ചടക്കത്തോടെ ജീവിച്ചാൽ ദേവന്റെ മഹിമയാകിയ കർത്താവിന്റെ വരികയിൽ നാം എടുത്തുകൊള്ളപ്പെടും. കർത്താവിന്റെ മഹത്വമായ അവന്റെ വരവിൽ നാം എടുക്കപ്പെടും. അതാ നമ്മുടെ വിശ്വാസം. ഇതാണ് നമ്മുടെ വിശ്വാസം. നമ്മുടെ സഭയിൽ എന്ത വിധത്തിൽ എന്ത വിധமான ഒരു ഒളുങ്കുകൾ മാറ്റപ്പെടാമൽ, ഉപദേശങ്ങൾ മാറ്റപ്പെടാമൽ കർത്താവിന്റെ വരിക നാൾ മറ്റും ഇതേ ഒളുങ്കിൻപടി ദേവസഭയാനത് കാണപ്പെട ഉദവി ചെയ്യുമ്പടിയാക മറുപടിയും കരങ്ങളെ ഉയർത്തി ഒരു 20 സ്തോത്രം മണ്ണുക. എല്ലാവരും ചേർന്ന് കരങ്ങളെ ഉയർത്തി 20 സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 എല്ലാവരും സ്തോത്രം മണ്ണുക. സ്തോത്രം 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 സ്തോത്രം